ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേര് വേദരുദ്രൻ. പങ്കുവച്ചിരിക്കുന്നതാകട്ടെ തൃശ്ശൂലം പിടിച്ചു നിൽക്കുന്ന ചിത്രമടക്കമുള്ളവ. കരാട്ടെ ഉൾപ്പെടെയുള്ള ആയോധന കലകളിലും വൈദഗ്ധ്യം. മാന്ത്രിക സിദ്ധിയുണ്ടെന്നാണ് ഇയാളുടെ അവകാശവാദം. ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് തൃശ്ശൂരിലെ വിഷ്ണു എന്ന യുവാവിൻ്റെ ജീവിതം. മാതാപിതാക്കളെ ഇറക്കിവിട്ട ശേഷം കഴിഞ്ഞ 45 ദിവസമായി വീടിനുള്ളിൽ ആഭിചാരക്രിയകൾ നടത്തുകയായിരുന്നു ഈ യുവാവെന്നാണ് പോലീസ് പറയുന്നത്. വീടിന്റെ രേഖകൾ എടുക്കാനെത്തിയ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം വീടിന് മുകളിൽ കയറി ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ താഴെയിറക്കിയ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ശൂലം പിടിച്ചു നിൽക്കുന്ന വിഷ്ണുവിന്റെ ചിത്രം, തലമുടി കത്തിച്ചതിന്റെ അടയാളങ്ങൾ, ചോരയിലിറ്റുന്ന കോഴിത്തല. രവിക്ക് വെട്ടേറ്റതെറിഞ്ഞ് വീട്ടിലെത്തിയ പോലീസ് വിഷ്ണുവിന്റെ മന്ത്രവാദ മുറിയിലെ കാഴ്ചകൾ കണ്ട് ഞെട്ടി. പതിനെട്ടാം നൂറ്റാണ്ടിലെ ആഭിചാരക്രിയകളെയും ദുർമന്ത്രവാദികളെയും ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകൾക്ക് സമാനമായ അന്തരീക്ഷം. തന്റെ ദുർമന്ത്രവാദ ക്രിയകൾക്ക് മറ്റാരുടെയും സാന്നിധ്യം വിഷ്ണു ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടുതന്നെ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ശേഷമായിരുന്നു ആഭിചാരം നടത്തിയിരുന്നത്. കഴിഞ്ഞ 45 ദിവസമായി വിഷ്ണു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞിരുന്നത്. മാതാപിതാക്കൾക്ക് പുറമെ ബന്ധുക്കൾക്കോ അയൽവാസികൾക്കോ ആർക്കും ഈ വീട്ടിൽ കയറാൻ അനുവാദമുണ്ടായിരുന്നില്ല. ലൈഫ് മിഷനിൽ വീട് പാസ്സായപ്പോൾ രേഖകൾ എടുക്കാനാണ് മകന്റെ വിലക്ക് മറികടന്ന് രവി ഇവിടെ എത്തിയത്. സ്ഥലത്തിന്റെ രേഖകൾ എടുക്കാനെത്തിയ ഇയാളെ വിഷ്ണു ആക്രമിക്കുകയും വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ആയിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. വീടിന്റെ 2ാം നിലയുടെ മേൽക്കൂരയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി നിൽക്കുകയായിരുന്നു വിഷ്ണു. ഇതോടെ പോലീസും ഫയർഫോഴ്സും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. വാതിലുകളും ജനലുകളും പൊളിച്ച് വിഷ്ണുവിനെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഒടുവിൽ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഏറെ ശ്രമിച്ചാണ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തത്. കരാട്ടെ ഉൾപ്പെടെയുള്ള ആയോധന കലകൾ വശമുള്ള ആളാണ് വിഷ്ണുവെന്ന് നാട്ടുകാർ പറയുന്നു. മകന്റെ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ രവിയെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ന്യൂസ് 18 തൃശൂർ.